വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് പാസ്റ്റർമാരുടെ തട്ടിപ്പ്. അത് ശരി. പത്തനംതിട്ട സ്വദേശികളായ പാസ്റ്റർമാർ 50-ലധികം ആളുകളെയാണ് തട്ടിപ്പിനിരയാക്കിയത്. മനോജ് എം ജോയ്, വില്യം, അലക്സ് എന്നിവർക്കെതിരെയാണ് പരാതി. പത്തനംതിട്ട സ്വദേശി മനോജ് എം ജോയ്ക്കെതിരെ ലൈംഗിക അതിക്രമ പരാതിയിലും പോലീസ് കേസെടുത്തിട്ടുണ്ട്. പണം നഷ്ടപ്പെട്ടവരുടെ ഐഡന്റിറ്റി വെച്ച് ഇപ്പോഴും തട്ടിപ്പ് തുടരുന്നതായും പരാതിയുണ്ട്. നമുക്ക് ആ പരാതികളൊന്ന് കേട്ടുവരാം. 6,45,000 രൂപ കാനഡയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് പൈസയായിട്ട് കൊടുത്തു. പൈസ കൊടുത്ത സമയത്ത് ഇവർ പറഞ്ഞത് 3 മാസത്തിനുള്ളിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് കയറ്റി വിടുമെന്നാണ്. പക്ഷേ 3 മാസം കഴിഞ്ഞു, 4 മാസം കഴിഞ്ഞു, കാര്യങ്ങളൊന്നും നടന്നില്ല. പിന്നെ മെയ് 6-ാം തീയതി ഞങ്ങൾ ഇവിടുന്ന് കയറ്റി വിട്ടു. ആദ്യം ഒരു 6 പേരെ കയറ്റി വിട്ടു, പിന്നെ ഒരു 2 പേരെ കയറ്റി വിട്ടു. എല്ലാവരുടെയും കയ്യിൽ നിന്ന് 1 ലക്ഷം മുതൽ 12-15 ലക്ഷം വരെ മൊത്തം വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ 462 പേരുടെ കയ്യിൽ നിന്ന് ഇവർ ഫയൽ വാങ്ങിച്ചിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും റെഡിയാണെന്നും പറഞ്ഞാണ് കയറ്റി വിട്ടത്. പക്ഷേ ഞങ്ങൾക്ക് നല്ലതായിട്ടൊന്നും നടന്നിട്ടില്ല. എല്ലാം ചീത്ത കാര്യങ്ങളായിരുന്നു. ബാത്റൂമിൽ നിന്ന് വരെ വെള്ളം കുടിച്ചാണ് ഞങ്ങൾ അവിടെ നിന്നത്. ഓഗസ്റ്റ് 10-ാം തീയതി ചെന്നൈയിലേക്ക് ടിക്കറ്റ് എടുത്തു തന്നു. ടിക്കറ്റ് വന്നപ്പോഴാണ് ചെന്നൈയിലേക്കാണെന്ന് ഞാൻ അറിഞ്ഞത്. അത് കഴിഞ്ഞ് 11-ാം തീയതി വിളിച്ചിട്ട് പറഞ്ഞു എല്ലാ രീതിയിലും സഹകരിച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ ജോലിയെല്ലാം റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു. ഞങ്ങളുടെ അടുത്ത് 45 ദിവസത്തിനുള്ളിൽ കാനഡയ്ക്ക് കയറ്റി വിടാമെന്ന് പറഞ്ഞിട്ടാണ് ഇവർ ആദ്യം ഓഫർ വെച്ചത്. അങ്ങനെ പിന്നെ 2 വർഷമായിട്ടും നമ്മുടെ പ്രോസസ്സിങ് ഒന്നും നടക്കാണ്ട് വന്നപ്പോൾ നമ്മളൊന്ന് ചോദ്യം ചെയ്ത് കഴിയുമ്പോൾ പുള്ളി പിന്നെ അത്രയും നാൾ കൂളായിട്ട് നിന്നാൾ പിന്നെ നമ്മളത് റഷായിട്ട് സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ പിന്നെ ഇങ്ങനെ സംശയമായിട്ട് വന്നപ്പോഴാണ് ഞങ്ങൾ ആരെങ്കിലും ഇവർ വഴി പോയിട്ടുണ്ടോ എന്നൊക്കെ തിരക്കിയപ്പോൾ നമുക്ക് ഫേക്കാന്ന് മനസ്സിലായത്. അങ്ങനെ കുറച്ച് അറിയാവുന്ന പേരെ നമ്മൾ ഇങ്ങനെ തിരക്കി പിടിച്ച് വന്നപ്പോഴേക്കും ഒരുപാട് പേര് ഇവർ ഇതുപോലെ പറ്റിച്ചെന്ന് മനസ്സിലായിട്ടാണ് നമ്മൾ കേസിലോട്ട് ഇറങ്ങിയത്. അപ്പോൾ ഞങ്ങളുടെ കൂടെ തന്നെ മിക്കവരുടെയും ഡൈവോഴ്സിൻ്റെ വക്കിലെത്തിയിട്ടുണ്ട്. വീട് ജപ്തി ചെയ്ത ആൾക്കാരുണ്ട്. 15 ലക്ഷം രൂപ വരെ വാങ്ങിച്ച ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ വീടൊക്കെ ഇപ്പോൾ അടുത്ത് തന്നെ ജപ്തിയാകാൻ നിൽക്കുന്നുണ്ട്. എന്ത് സംഭവിച്ചാലും ഇനി ഒരാൾക്കും ഈ ഗതി ഉണ്ടാകാൻ പാടില്ല. നമുക്കിപ്പം അഞ്ജലി ശ്രീജിതാരാജ് ചേരുന്നുണ്ട്. അഞ്ജലി, ഞെട്ടിക്കുന്ന വാർത്തയാണല്ലോ. ഇനിയിപ്പം ഇവരും കൂടെ മാത്രമേ ബാക്കിയുള്ളൂ. ഈ പാസ്റ്റർമാരും തട്ടിപ്പിനിറങ്ങി എന്നാണ് കേൾക്കുന്നത്. എല്ലാ പാസ്റ്റർമാരെയും കുറിച്ചല്ല, പ്രേക്ഷകർ അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. പല വാർത്തകളാണ് വരുന്നത്. എന്താണ് സംഭവിച്ചത്? ഈ പാസ്റ്റർമാർ എങ്ങനെയാണ് ഇപ്പോൾ അവർ ഈ സ്വർഗ്ഗലോകത്തേക്കും ദൈവരാജ്യത്തേക്കും ഒക്കെ ആളെ കൊണ്ടുപോകുന്ന ആൾക്കാരാണല്ലോ. ഈ ചങ്ങാതിമാർ കാനഡയിലോട്ട് ആളെ കൊണ്ടുപോകുന്ന എപ്പോഴാണ് തീരുമാനമെടുത്തത് എന്ന് മനസ്സിലാവുന്നില്ല. എന്താണ് സംഭവിച്ചത് ശ്രീജിത? അരുൺകുമാർ ഈ പറഞ്ഞതുപോലെ, അതായത് ഈ പാസ്റ്റർമാർ എന്ന ഐഡന്റിറ്റി വെച്ചാണ് ഇവർ ആളുകളുടെ വിശ്വാസ്യത നേടിയെടുത്തത്. ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ്, അതായത് പാസ്റ്റർമാരാണ് ആളുകളെ ഇവിടെ നിന്നും രക്ഷപ്പെടുത്തുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം, അതുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു പദ്ധതിയുമായിട്ടൊക്കെ വരുന്നത് എന്നാണ് ഇവർ ആളുകളോട് പറഞ്ഞത്. ഇതിന്റെ ഭാഗമായിട്ട് ഒരാളിൽ നിന്ന് തന്നെ ഏകദേശം 1.5 ലക്ഷം മുതൽ 15 ലക്ഷം വരെ നഷ്ടപ്പെട്ട ആളുകളുണ്ട്. ഇപ്പോൾ 50 പേരാണ് നിലവിൽ പരാതിയുമായിട്ട് രംഗത്ത് വന്നിട്ടുള്ളത്. പക്ഷേ കൂടുതൽ ആളുകളെ ഇവർ പറ്റിച്ചിട്ടുണ്ടെന്നാണ് ഈ പരാതിക്കാർ വ്യക്തമാക്കുന്നത്. കാരണം ഇവർ ഇപ്പോൾ തുടർച്ചയായി ഇങ്ങനെ ആളുകളെ കണ്ടുമുട്ടുന്നു. ഈ പരാതിയുമായി മുന്നോട്ട് പോകുമ്പോൾ അവിടെ നിന്ന് ആളുകളെ കാണുന്നു. തുടർന്നാണ് ഇതൊരു വലിയൊരു ആളുകൾ, അതായത് ഒരുപാട് പേർ ഈ തട്ടിപ്പിന് ഇരയായിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നത്. ഒരു 3 മാസത്തിനുള്ളിൽ കാനഡ, ലക്സംബർഗ് തുടങ്ങിയ വിദേശ രാജ്യങ്ങളിലേക്ക് എത്തിക്കാം എന്ന് പറഞ്ഞാണ് ഇവർ ആദ്യം സമീപിക്കുക. ഇന്റർനാഷണൽ എന്ന രവിപുരത്തെ ഓഫീസ് കേന്ദ്രീകരിച്ചായിരുന്നു ഈ തട്ടിപ്പ് നടത്തിയിട്ടുള്ളത്. ഈ 3 പാസ്റ്റർമാരും കൂടാതെ ഇവർക്ക് 2 സ്ത്രീകൾ സഹായികളായിട്ടുണ്ടെന്നാണ് ഈ പരാതിക്കാർ പറയുന്നത്. ഇതിലെ പ്രധാന പ്രതി, അതായത് തട്ടിപ്പിന്റെ മുഖ്യ ആസൂത്രിതനായിട്ടുള്ള പത്തനംതിട്ട സ്വദേശിയായിട്ടുള്ള മനോജ് എം ജോയെ ഈ പരാതി വന്നതിന് ശേഷം 2 വർഷമായി ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുകയായിരുന്നു. അതിനിടെ ഇയാളെ ഡൽഹിയിൽ വെച്ച് പോലീസ്, എറണാകുളം സൗത്ത് പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. ഇയാളെ, അതായത് ഇവിടുന്ന് ലുക്കൌട്ട് നോട്ടീസൊക്കെ പുറപ്പെടുവിച്ചാണ് ഇയാളെ കണ്ടെത്തുന്നത്. തുടർന്ന് ഇയാളെ ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്, കാക്കനാട് ജയിലിലുണ്ട്. പക്ഷേ ഈ പരാതിക്കാർ വ്യക്തമാക്കുന്നത് മറ്റ് 2 പേർക്ക്, അതായത് വില്യം കൂടാതെ അലക്സ് എന്നീ 2 പേരും കൂടാതെ 2 സ്ത്രീകളും ഈ ഒരു തട്ടിപ്പിന്റെ ഭാഗമായിട്ടുണ്ട്. അവരെ കൂടെ അറസ്റ്റ് ചെയ്യണമെന്നാണ് ഈ പരാതിക്കാരുടെ ആവശ്യം. കൂടാതെ ഇതുമായി ബന്ധപ്പെട്ട് ഇവർ വിദേശത്തേക്ക് അയച്ച ആളുകളുണ്ട്. അവരവിടെ വലിയ ദുരിതത്തിലാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. അതായത് നമ്മളോട് സംസാരിച്ച് ഒരു സ്ത്രീ പറഞ്ഞത് അവർ ബാത്റൂമിൽ നിന്ന് വരെ വെള്ളം കുടിച്ച് അത്രമാത്രം കഷ്ടപ്പെട്ടാണ് അവിടെ കഴിഞ്ഞത്. തുടർന്ന് ഭക്ഷണമൊന്നും ഇല്ലാതെ ഈ മലയാളി അസോസിയേഷനൊക്കെ സഹായിച്ചാണ്, കൂടെ വീണ്ടും പൈസ മുടക്കിയാണ് അവർ നാട്ടിലേക്ക് തിരിച്ചെത്തിയത്. കൂടാതെ ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് തട്ടിപ്പിനിരയായ പലരും വെളിപ്പെടുത്താൻ പോലും തയ്യാറാകുന്നില്ല. കാരണം ഇവർ പലയിടത്തു നിന്നായിട്ട് പണം വാങ്ങിയവരാണ്. ഇങ്ങനെ തട്ടിപ്പിനിരയായി എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ ഈ പണം നൽകിയവർ വരെ വീട്ടിന് മുന്നിലെത്തി ഈ ജപ്തി നടപടി വരെ നേരിടേണ്ടി വരുന്ന ആളുകളുണ്ട്. കൂടാതെ പാസ്റ്റർമാരുടെ ഫോട്ടോകൾ കൂടി ഒന്ന് കൊടുക്കാവുന്നതാണ് അടുത്ത ബുള്ളറ്റിനുകളിൽ. പരമാവധി ആ ഫോട്ടോകൾ കൂടി ശേഖരിക്കാനൊന്ന് ശ്രമിച്ചോളൂ, അവരുടെ കയ്യിൽ ആ ഫോട്ടോ ഉണ്ടെങ്കിൽ. കാരണം അത് നാട്ടുകാരൊക്കെ ഒന്ന് അറിയട്ടെ. ഇങ്ങനെ പാസ്റ്റർമാരായിട്ട് കളിപ്പിച്ചുള്ള മറ്റു പാസ്റ്റർമാർക്ക് കൂടി ഒന്ന് നാണക്കേടല്ലേ?
ആ പാസ്റ്റർമാരുടെ ഫോട്ടോ നമ്മൾ നൽകിയിട്ടുണ്ട് അരുൺകുമാർ. അത് അടുത്ത ഇതിൽ കാണിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും ഈ പാസ്റ്റർമാർ, ഈ 3 പേര് പാസ്റ്റർമാരെന്നുള്ള ഐഡന്റിറ്റി കാണിക്കാം. വെച്ചാണ് ഇവർ ആളുകൾ എന്തായാലും എഫ്ഐആർ ഇട്ടിട്ടുണ്ട് എന്നുള്ളതാണ് പ്രത്യേകം ശ്രദ്ധിക്കുക. മനോജ് എം ജോയ്, വില്യം, അലക്സ് എന്നീ പാസ്റ്റർമാർക്കെതിരെയാണ് ഇപ്പോൾ പരാതി വന്നിരിക്കുന്നത്. പത്തനംതിട്ട സ്വദേശി മനോജ് എം ജോയിക്കെതിരെ ലൈംഗിക അതിക്രമ പരാതിയിലും പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്